Hi, welcome to JB Marketing. I will be a host here. My name is Joel and ഇതൊരു എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ് എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് JB മാർക്കറ്റിംഗ്. നമ്മളിതൊരു 3 സീരീസ് ആയിട്ടായിരിക്കും ചെയ്യുക. എക്സ്പ്ലെയിനിങ് വൈ നമ്മൾ എന്തിനാണ് JB മാർക്കറ്റിംഗ് ചെയ്യുന്നത് ആൻഡ് ഹൗ വി ആർ ഡൂയിങ് ദിസ് ആൻഡ് വാട്ട് വി പ്ലാൻ ഓൺ ഗെയിനിങ് ഫ്രം ദിസ്. അപ്പോൾ ഇതൊരു 4 സെക്ഷൻ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷനാണിത്. ഓക്കെ, വിൽ ബി എക്സ്പ്ലെയിനിങ് വൈ JB മാർക്കറ്റിംഗ്, എന്തിനാണ് JB മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, നമുക്കിത് സെക്ഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ കാണുന്ന നല്ല ശതമാനം ആളുകളും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോ. അപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നമുക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നല്ല സർവീസ് ഉണ്ടാവും, അല്ലേ? അത് നല്ലത് ചീത്തോ എന്തോ ആയിക്കോട്ടെ, ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് നമുക്ക് സെയിൽ ചെയ്ത് പോകണം, റൈറ്റ്? അപ്പോൾ ഈ സെയിൽ ചെയ്ത് പോയാൽ ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് സെല് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് ഇൻകം കിട്ടും, നമുക്ക് ഇതിനകത്ത് ക്യാഷ് കിട്ടും, അല്ലേ? അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ട്രഡീഷണലി പല മാർഗ്ഗം. എങ്ങനെയാണ്? നമുക്കൊരു സ്റ്റോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസോ ഉണ്ടാവും, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് സെല് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ട്രഡീഷണൽ വല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ഒക്കെ വെച്ച് നമ്മൾ ചെയ്യും. ഈ ട്രഡീഷണൽ മെത്തേഡ്സിന് അതിൻ്റേതായ ഡ്രോബാക്സ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, ആൻഡ് ഇതിൻ്റേതായ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് ഒക്കെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡുണ്ട്. ഇറ്റ്സ് കോൾഡ് നെറ്റ്വർക്കിംഗ്. ഇത് നെറ്റ്വർക്കിംഗ് വളരെ പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല, വളരെ പഴയ കോൺസെപ്റ്റ് തന്നെയാണ്. ഇത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും മേ ബി. ബട്ട് പല ബിസിനസ് ചെയ്യുന്നവർക്കും ഇതിനെപ്പറ്റി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് ഉണ്ടാവും. ബട്ട് ഹിയർ JB മാർക്കറ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ ആയിട്ട് സെയിൽ ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ മാത്രമല്ല ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്നത്, വേറെയും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റുമായിട്ട് കോമ്പീറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരുടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ സെല് ചെയ്യാതെ പ്ലാൻ ചെയ്യാം. അപ്പോൾ വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് മീറ്റ് ചെയ്യണം, ആൻഡ് അവരോട് നമ്മൾ എന്താ ബിസിനസ് ചെയ്യുന്നതെന്ന് ഷെയർ ചെയ്യുക. അത് നമ്മൾ ഹലോ, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന ബിസിനസ് ചെയ്യുകയാണ്, ഇന്ന പ്രോഡക്റ്റ് ഇങ്ങനെ വിൽക്കുകയാണ്, ആൻഡ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ആൻഡ് അവരുടെ ത്രൂ നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ത്രൂ നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ എനിക്ക് പറ്റുന്ന കസ്റ്റമേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം. ആ കസ്റ്റമേഴ്സിലേക്ക് എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എനിക്ക് അങ്ങനെ സെല് ചെയ്യാൻ പറ്റും എന്ന് ഡിസ്കസ് ചെയ്യാം. 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് അയാളും ബിസിനസ് ചെയ്യുന്നവരാണ്, നമ്മളും ബിസിനസ് ചെയ്യുന്നവരാണ്. ആൻഡ് നമുക്ക് ഏതെങ്കിലുമൊക്കെ പോയിന്റ് വെച്ച് അവരുടെ കയ്യിൽ നമ്മുടെ ഒരു കസ്റ്റമേഴ്സ് ചെയ്യും, അല്ല നമുക്ക് ഫീസിബിളായിട്ടൊരു കസ്റ്റമർ ആ പുള്ളിയുടെ കയ്യിൽ ചെയ്യും. അപ്പോൾ പുള്ളി വിളിച്ച് നമുക്ക് തരണം എന്നുള്ളത് നമ്മുടെ റിക്വയർമെൻറ്റ്. ആൻഡ് നമുക്ക് ഇതേപോലെ പുള്ളിക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തും വരും. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്, മ്യൂച്വൽ ഷെയറിങ് കസ്റ്റമേഴ്സിൻ്റെ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ അടുത്തൊരു ബിസിനസ് ഉണ്ടാവും, നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വരും, അവരുടെ അടുത്തൊരു കസ്റ്റമർ വരും. അങ്ങനെ ഒരു ലാബറേറ്റ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ആൻഡ് ഒരു 10-30 പേരൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എത്ര കസ്റ്റമേഴ്സിനെ കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ചീപ്പായിട്ടും എഫക്റ്റീവായിട്ടും ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ചെയ്യണം നമുക്ക്. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട വിഷയം. ഓക്കെ, ഇതാണ് നമ്മൾ JB മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു ഐഡിയ. സോ ഇത് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.